മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം കനക്കുകയാണ്. ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിയമം കയ്യിലെടുത്ത ബജ്രംഗ് ദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെ വളഞ്ഞുവെക്കുന്നു, അധിക്ഷേപിക്കുന്നു. റെയിൽവേ പോലീസാകട്ടെ ഇവർ പറയുന്നത് കേട്ട് ഇവരെ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു. ഇവർക്കെതിരെ അവർ എന്ത് ആരോപണമാണോ ഉന്നയിച്ചത് അതേ ആരോപണങ്ങൾ ചുമത്തി കേസെടുക്കുന്നു. ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമമല്ലെങ്കിൽ മറ്റെന്താണ്? ഉത്തരേന്ത്യയിൽ സഞ്ചരിക്കുമ്പോൾ സഭാവസ്ത്രം ധരിച്ച് സഞ്ചരിക്കാൻ പോലും ഭയമാണ് എന്ന് കന്യാസ്ത്രീകൾ പറയുന്നു. അപ്പോഴും കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ BJP ആകട്ടെ അവർ അണിഞ്ഞ ആട്ടിൻതോൽ സംരക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ്. ഈ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ദാവൂദ് സാഹിബ്, നിർബന്ധിത മതപരിവർത്തന നിയമത്തിൻ്റെ ദുരുപയോഗം എന്നതിനുപരി ഒരു വലിയ വിഷയം തന്നെ ഈ സംഭവത്തിന് പിന്നിലുണ്ട്. കാരണം തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അല്ല, ഈ സംഭവം ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഡാറ്റ നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ വിവിധ ക്രിസ്ത്യൻ സഭകൾ, ഏജൻസികൾ, സംഘടനകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ക്രിസ്ത്യൻ നെറ്റ്വർക്കുകൾ അവർ ഓരോ വർഷവും ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഡാറ്റ പ്രസിദ്ധീകരിക്കാറുണ്ട്. അത് നമുക്കറിയാം, 2014 മുതൽ കൃത്യമായി ഓരോ വർഷവും അതിലിങ്ങനെ വർധന വന്നുകൊണ്ടിരിക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന ഛത്തീസ്ഗഡിലുണ്ടായിട്ടുള്ള ഈ സംഭവം. 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം, അവർക്കെതിരെ ചുമത്തിയിട്ടുള്ള 2 ഒഫൻസ് എന്ന് പറയുന്നത്, ഒന്ന് മനുഷ്യക്കടത്ത്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്. മറ്റൊന്ന് ഈ നിർബന്ധിത മതപരിവർത്തനം, അല്ലെങ്കിൽ മതപരിവർത്തന വിരുദ്ധ നിയമത്തിലെ വകുപ്പുകൾ ഉപയോഗിച്ച് അതാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ മനുഷ്യക്കടത്ത് എന്ന് പറയുമ്പോൾ ഇതിൽ വന്ന വാർത്തകൾ, ഔദ്യോഗികമായിട്ട് തന്നെ വന്ന വാർത്തകൾ കാണുന്നത്, ഇവരോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ, ആദിവാസി പെൺകുട്ടികൾ, അല്ലെങ്കിൽ ഇവരോടൊപ്പം യാത്ര ചെയ്യാൻ വന്ന പെൺകുട്ടികൾ, അവർ പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളാണ്. അവർക്ക് അവരുടെ അവരെവിടെയൊക്കെയാണ് പോകുന്നതെന്ന് എന്നവർക്ക് ധാരണയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ പ്രായപൂർത്തിയായ ആളുകളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഒരു മനുഷ്യക്കടത്തിൻ്റെ, അവരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയതാണെന്ന് അവർ പറയുന്നില്ല. അങ്ങനെ ഒരു പരാതി നിലവിലില്ല. ബജ്രംഗ് ദൾ ഒരു ബഹളം വെച്ചു എന്നുള്ളതല്ലാതെ ഒരു പരാതിയില്ല. അപ്പോൾ ഈ മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയാണ് അതിനെ നിർവചിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞാനും JPയും ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്, ഞാൻ JP മനുഷ്യക്കടത്ത് നടത്തുകയാണെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് അകത്തിട്ടാൽ എന്താണ് അവസ്ഥ? ഓക്കെ, മൈനറായ കുട്ടികളാണെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ വിചാരിക്കാം. ഇനി അതല്ല, ഈ പെൺകുട്ടികളോടൊപ്പം അവർക്ക് അപരിചിതരായ ആണുങ്ങളാണുള്ളതെങ്കിലും വേറെ നിലക്കുള്ള ദുരുദ്ദേശം ഒക്കെ ആരോപിച്ച് അങ്ങനെ തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്യുന്നത് മനസ്സിലാക്കാം. ഇത് കന്യാസ്ത്രീകളാണ്, സഭാവസ്ത്രം ധരിച്ചവരാണ്, ഇവരാണ് പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഇവരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് മനുഷ്യക്കടത്താവുക എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. പിന്നെ രണ്ടാമത് കൺവേർഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ കൺവേർഷൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ 12 സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ആൻറ്റി കൺവേർഷൻ ലോ ഉണ്ട്. മതപരിവർത്തന വിരുദ്ധ നിയമം, അല്ലെങ്കിൽ തടയൽ നിയമം എന്ന് പറയുന്ന സംഗതി. ഇത് നമ്മൾ കുറച്ച് ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സഭയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ ടെലിവിഷൻ ചാനലുകളൊക്കെ വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അയ്യോ ഞങ്ങൾ മതപരിവർത്തനമൊന്നും നടത്തിയിട്ടില്ല, അത് മതപരിവർത്തനമൊന്നുമല്ല, മതപരിവർത്തനമൊന്നും നടക്കുന്നില്ല എന്നാണ് അവർ വെക്കുന്നൊരു ഡിഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു വളരെ ഒരു പ്രശ്ന വിഷയമാണ്. ഈ പറയുന്ന മതപരിവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ സംഘ് പരിവാർ ക്രിസ്ത്യൻ സഭകളുമായി, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഒരു എൻഗേജ്മെൻറ്റിൽ ഏറ്റവും അധികം ഉയർത്തുന്നൊരു വിഷയമാണിത്. ഈ പറയുന്ന ക്രിസ്ത്യൻ സംഘടനകൾ, വിവിധ ക്രിസ്ത്യൻ സംഘടനകൾ, മിഷണറിമാർ, അവരുടെ പലതരത്തിലുള്ള ചാരിറ്റീസ്, ഓർഗനൈസേഷൻസ്, അവരൊക്കെ കൂടെ ചേർന്നിട്ട് ഇന്ത്യയിൽ ഭയങ്കരമായിട്ടുള്ള മതപരിവർത്തനം നടത്തുകയാണ്. ക്രൂസിഫിക്കേഷൻ, റൈസ് ബാഗ്, മറ്റേ ഉപ്പുമാവ്, ഗോതമ്പ് പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയെ ക്രിസ്തുവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നടക്കുകയാണ് എന്നുള്ളൊരു ആരോപണം കാലങ്ങളായി വ്യത്യസ്ത സ്വഭാവത്തിലുള്ള സംഘപരിവാർ സംഘടന ഉന്നയിക്കാറുണ്ട്. അപ്പോൾ അതിന് ക്രിസ്ത്യൻ നേതൃത്വം വെക്കുന്നൊരു ഡിഫൻസ് എന്താണെന്ന് വെച്ചാൽ, അയ്യോ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും 2.3% ഉള്ളൂ, ഇത്രയും കാലം ഞങ്ങൾ ഇത്രയും അധികം. ഇപ്പോൾ നമുക്കറിയാം, ക്രിസ്ത്യൻ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിവിപുലമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പല സ്വഭാവത്തിൽ. വിദ്യാഭ്യാസ രംഗത്ത്, അതേറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത്, അതൊരു ശുശ്രൂഷ രംഗത്ത്, ഈ 2 മേഖലയിലും ക്രിസ്ത്യൻ സഭകളെപ്പോലെ ഇടപെടുന്ന മറ്റ് ഏജൻസികളില്ല എന്ന് തന്നെ പറയാം. ചില സ്ഥലങ്ങളിലെങ്കിലും സർക്കാർ മിഷണറിയും കടത്തി വെട്ടുന്ന തരത്തിൽ അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഈ പറയുന്ന അതിവികസിതമായിട്ടുള്ള ആദിവാസി മേഖലകൾ,
ആദിവാസി മേഖലകളിലെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്താണ്, ഈ സ്വാതന്ത്ര്യം കിട്ടി 3/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് പാർലമെൻറ്റിൽ തന്നെ വെച്ചിട്ടുള്ള കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അതൊന്നും വേണ്ട, ചുമ്മാ ആ ഒരു മേഖലകളിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അത്രയും നമ്മുടെ അധികാരത്തിൻ്റെ എന്തെങ്കിലും ഒരു ഭരണത്തിൻ്റെ തന്നെ എന്തെങ്കിലും ഒരു സഹായം ഏതെങ്കിലും തരത്തിൽ റീച്ച് ഔട്ട് ആ പ്രദേശങ്ങൾ എത്തിയിട്ടെന്ന് വെച്ചാൽ ഇല്ല. അവരിപ്പോഴും വളരെ വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ട്രൈബൽ ഏരിയാസും കഴിയുന്നത്. നോക്കൂ, ഞങ്ങളൊരു ആദിവാസിയെ രാഷ്ട്രപതിയാക്കി എന്ന് പറയുന്നത് പോലെയുള്ള ടോക്കനിസം അല്ലാതെ യഥാർത്ഥത്തിൽ അവരുടെ ജീവിത നിലവാരത്തെ ഉയർത്താനുള്ള ഒരു കാര്യവും BJP സർക്കാർ മാത്രമല്ല ഒരു സർക്കാരും ചെയ്തിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനത്തെ അവികസിതമായിട്ടുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള സേവന പ്രവർത്തനങ്ങൾ ക്രിസ്ത്യൻ സംഘടനകൾ വിവിധ സ്വഭാവത്തിലുള്ള സംഘടനകൾ നടത്തുന്നൊരു വസ്തുതയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇത്തരം സേവന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എത്രയും കാലമായിട്ട് വലിയ തോതിൽ നടത്തുന്നു, എന്നിട്ടും ഞങ്ങൾ ഇപ്പോഴും 2.3% ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ മതപരിവർത്തനം നടത്തുന്നില്ല എന്നുള്ളതാണ് ക്രിസ്ത്യൻ സഭാ നേതൃത്വം ഇതിനെതിരെ വെക്കുന്ന ഡിഫൻസ്. ഈ ഒരു ഡിഫൻസിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്നതെന്ന് വെച്ചാൽ മതപരിവർത്തനം എന്ന് പറയുന്നത് എന്തൊരു മോശം കാര്യമാണ് എന്നൊരു പ്രശ്നം അതുണ്ട്. അപ്പോൾ ഈ ഡിഫൻസ് ഇവർ വെക്കുമ്പോൾ ഇത് 2.3% ഞങ്ങളുള്ളൂ, ഞങ്ങളങ്ങനെയൊന്നും മതപരിവർത്തനം നടത്തുകയായിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ എത്രയോ നമ്പർ കൂടുമായിരുന്നാണ് അവർ പറയുന്നത്. അപ്പം ഇപ്പുറത്ത് പരിവാർ ക്യാമ്പും വെക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ എന്നാണ്. ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഇപ്പോൾ അവർ പറയണ, ഇപ്പോൾ നിങ്ങൾ ഈ ഹിന്ദുത്വ നാഷണലിസ്റ്റ് അവരുടെ പ്രൊപ്പഗൻഡ മെറ്റീരിയൽസ് എടുത്ത് പരിശോധിച്ചാൽ കാണുന്ന പ്രധാനപ്പെട്ടൊരു വാക്കാണ് ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. അവർ പറയുന്ന പോയിൻ്റ് തമിഴ്നാടും ആന്ധ്രാപ്രദേശ് എന്ന് ആന്ധ്രയും തെലുങ്കാനയും അതെല്ലാം ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളായി അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്നു. 4 സംസ്ഥാനങ്ങളാണ് പ്രത്യേകമായിട്ട് അവർ പറയുന്നത്: തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, പഞ്ചാബ്. ഈ സംസ്ഥാനങ്ങളിൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് വലിയ തോതിലുണ്ട്. അതേറ്റവും കൂടുതൽ പ്രചാരം വന്ന സമയം എപ്പോഴാണെന്നറിയോ? നമ്മൾ YS രാജശേഖര റെഡ്ഡി മരിച്ചല്ലോ. YS രാജശേഖര റെഡ്ഡി മരിച്ചു, പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ക്രിമേഷൻ ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് നടക്കുന്നത്. അപ്പോഴാണ് ഇത് വലിയ തോതിൽ പ്രചരിക്കുന്നത്. കണ്ടില്ലേ, ഈ മനുഷ്യൻ ഹിന്ദുവാണെന്നല്ലേ നമ്മൾ ഇത്രയും കാലം ധരിച്ചിരുന്നത്? നോക്കൂ, അങ്ങനെ ക്രിസ്ത്യാനിയാണ്. ആന്ധ്ര മുഴുവൻ ഇവർ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടക്കുകയുണ്ടായി. അപ്പം തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പഞ്ചാബ് ഈ സംസ്ഥാനങ്ങൾ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഭൂരിപക്ഷം നേടുന്നു. ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ ഓൾറെഡി അത് ക്രിസ്ത്യൻ ഭൂരിപക്ഷമായി കഴിഞ്ഞു. ഇതൊരു വലിയൊരു പ്രോജക്റ്റായിട്ട് ഇവിടെ നടക്കുന്നു എന്നുള്ളത് ഇത് നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല. ഇതിനെക്കുറിച്ചിട്ടുള്ള പല സ്വഭാവത്തിലുള്ള മെറ്റീരിയലുകൾ, ഭയങ്കര ഡാറ്റയും ചാർട്ടും അതും ഇതൊക്കെ വെച്ചുള്ള മെറ്റീരിയൽ ഇവർ വലിയ തോതിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ക്യാമ്പയിൻ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺവേർഷൻ എന്ന് പറയുന്ന ഒരു ആശയം, അതൊരു പ്രശ്നം, ഒരു പ്രോബ്ലമാറ്റിക് കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ആണ് എന്നുള്ള നിലക്കാണ് വരുന്നത്. ഇത് ഒരു അടിസ്ഥാന പ്രശ്നമാണ്. കൺവേർഷൻ എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് എന്താണ്? ഒരാൾ ഒരു മതത്തിൽ ജനിക്കുന്നു, അയാൾക്ക് വേണമെങ്കിൽ ആ മതത്തിൽ നിന്ന് പുറത്തു പോകാം, എനിക്കൊരു മതവും ഇല്ലയെന്ന് പ്രഖ്യാപിക്കാം, അല്ല ഞാൻ വേറൊരു മതം ചൂസ് ചെയ്യാണ് എന്ന് പറയാം. അത് ഒരു മനുഷ്യന് അവന് ജന്മപരമായി ലഭിക്കുന്ന ഒരു അവകാശം, ലഭിക്കേണ്ട ഒരു അവകാശമാണ്. നമ്മുടെ ഭരണഘടന അത് വകവെച്ച് കൊടുക്കുന്നു. ഇനി ഭരണഘടന വകവെച്ച് കൊടുക്കുന്നില്ലെന്ന് വിചാരിക്കുക, പക്ഷെ അതൊരു അടിസ്ഥാന മനുഷ്യാവകാശപ്പെട്ടൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു ഭരണഘടന അത് അനുവദിക്കുന്നില്ലെങ്കിൽ അത് അനുവദിച്ച് കൊടുക്കാൻ വേണ്ടി സമരം ചെയ്യണം സാമാന്യമായി മനുഷ്യർ ചെയ്യേണ്ടത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും ബൃഹത്തായ കൺവേർഷൻ പ്രോജക്റ്റ് ആരുടേതായിരുന്നു? അത് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ 1956 ദീക്ഷാഭൂമിയിൽ അദ്ദേഹം ഏതാണ്ട് 6 ലക്ഷം മനുഷ്യരെ സംഘടിപ്പിച്ചിട്ടാണ് ഹിന്ദു മതത്തിൽ നിന്ന് ഞാനിതാ പോകുന്നു, എങ്ങോട്ട്, ബുദ്ധമതത്തിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് വലിയത് ഇന്ത്യ ഒരുപക്ഷെ ലോകം തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കൺവേർഷൻ കോൺഫറൻസ് എന്ന് പറയാവുന്ന സംഭവം ആരാ നടത്തിയത്? നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറാണ്. അദ്ദേഹത്തെ നമ്മൾ ഇപ്പോഴും ഭരണഘടനാ ശില്പിയായിട്ട് ആദരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പടം പാർലമെൻറ്റിലടക്കം വയ്ക്കുന്നു. അങ്ങനൊരു പാരമ്പര്യം നമുക്കുണ്ട്. നേരെ തിരിച്ചുള്ള പാരമ്പര്യമുണ്ട് കേട്ടോ. കൺവേർഷനെ കുറിച്ചുള്ള ഗാന്ധിജിയുടെ സമീപനം നേർവിപരീതമായ സമീപനമായിരുന്നു. കൺവേർഷനെ അങ്ങേയറ്റം എതിർത്തിട്ടുള്ള ആളാണ് ഗാന്ധിജി. അദ്ദേഹത്തിൻ്റെ മകൻ ഹരിലാൽ ഗാന്ധി 1936 ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. ഗാന്ധിജി അങ്ങേയറ്റം അസ്വസ്ഥനായി, ഭയങ്കരമായിട്ട് അസ്വസ്ഥനായി. അതിനെക്കുറിച്ച് ഒരുപാട് എഴുതുന്നുണ്ട്. ഇവനായിട്ട് ഭയങ്കര ഹരിലാലായിട്ട് ഭയങ്കര പിണക്കത്തിലാവുന്നു. ബോംബെയിലെ ഒരു പള്ളിയിൽ വെച്ചാണ് ഈ ഹരിലാൽ ഇസ്ലാം സ്വീകരിക്കുന്നത്. പിന്നെ ഭയങ്കര പ്രഷറായിരുന്നു. അത് ഭയങ്കരമായ പ്രഷർ ഉണ്ടാവുന്നു. പിന്നീട് 6 മാസത്തിന് ശേഷം ഇങ്ങനെ തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് തന്നെ പോകുന്നു. അതും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതും ഒരു പ്രശ്നമായിട്ടില്ല. ഹരിലാൽ ഇസ്ലാം മതത്തിലേക്ക് പോകുന്നു,
6 മാസം കഴിഞ്ഞ് പുള്ളി തിരിച്ചു പോകുന്നു. ഇതും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അതിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റാണ് ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആര്യ സമാജത്തിൻ്റെ കീഴിലുള്ള ശുദ്ധി പ്രസ്ഥാനം എന്താണ്? ശുദ്ധി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ നിന്ന് മറ്റു മതത്തിലേക്ക് പോയിട്ടുള്ള ആളുകളെ ശുദ്ധീകരിച്ച് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത്. അതൊരു ഒരു പ്രോജക്റ്റായിട്ട് ഒരു മൂവ്മെൻ്റായിട്ട് ഇന്ത്യയിലുണ്ടായിരുന്നു. ഈ ശുദ്ധി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്വാമിയാണ് ഈ ഹരിലാലിനെ തിരിച്ചു കൊണ്ടുവരുന്ന ആ സെറിമണിക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ മനുഷ്യരുള്ളിടത്തോളം കൺവേർഷൻ ഉണ്ടാവും. മനുഷ്യനും മതങ്ങളും ഉള്ളിടത്തോളം കൺവേർഷൻ ഉണ്ടാവും. അത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് എന്ന് ആ പോയിന്റിലാണ് ഇവിടെ ക്രിസ്ത്യൻ സംഘടനകളാണ്, പരിവാർ സംഘടനകളാണ് ചുറ്റി നിൽക്കുന്നത്. അയ്യോ ഇവന്മാർ കൺവേർഷൻ നടത്തുന്നു എന്ന് പറയുക, അയ്യോ ഞങ്ങളങ്ങനെ നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ പ്രശ്നം എന്താണ്? കൺവേർഷൻ എന്ന് പറയുന്നത് കുഴപ്പം പിടിച്ച സംഗതിയാണെന്ന് ഇതവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. ഇതാണ് അടിസ്ഥാനപരമായി പൊളിയേണ്ടത്. മനുഷ്യർക്ക് മതം തിരഞ്ഞെടുക്കാനും മതം ഉപേക്ഷിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത്. ഇനി കൺവേർഷൻ ഇപ്പോൾ കൺവേർഷനെ എതിർക്കുന്ന ഹിന്ദുത്വ സംഘടനകൾ ഇതിനെ ആഘോഷിക്കുന്നുണ്ട്. ഗർവാപ്പസിയെ അവർ ആഘോഷിക്കുന്നുണ്ട്. ഗർവാപ്പസി നടത്താൻ വേണ്ടിയുള്ള പ്രത്യേകമായ പരിപാടികൾ നടത്തുന്നുണ്ട്. ശുദ്ധി പ്രസ്ഥാനത്തെ അവർ ഭയങ്കരമായിട്ട് മഹത്വവൽക്കരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ശരിയാവുക? ഇപ്പോൾ ഖർവാപ്പസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശുദ്ധി മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അതെന്താണ്? ഒരർത്ഥത്തിൽ കൺവേർഷൻ തന്നെയാണല്ലോ. വേറൊരു മതത്തിലേക്ക് പോയി എന്നവർ വിചാരിക്കുന്ന ആളുകളെ അവരുടെ പൂർവ്വമതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ നടക്കുന്ന സംഗതിയാണ്. ഒരേ സമയം കൺവേർഷനെ എതിർക്കുകയും ഖർവാപ്പസിയെയും ശുദ്ധി പ്രസ്ഥാനത്തെയും അനുകൂലിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. അപ്പോൾ ഇതിലൊരു പ്രശ്നം വെച്ചാൽ ഈ കൺവേർഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രശ്ന ഏരിയ ആയിട്ട് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ 12 സംസ്ഥാനങ്ങളിൽ ഈ കൺവേർഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. അല്ലെങ്കിൽ മതപരിവർത്തന നിരോധന നിയമങ്ങൾ നമുക്ക് സാമാന്യമായി വിളിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിയമങ്ങൾ 12 സംസ്ഥാനങ്ങളിൽ 9 സംസ്ഥാനങ്ങളിലും ഈ നിയമത്തിൻ്റെ പേരെന്താണെന്നറിയോ? ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് എന്നാണ്. ഭയങ്കര തമാശയാണ്. ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് എന്ന് പേരിട്ടിട്ട് സംഗതി എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന ആളുകളുടെ ഫ്രീഡം വളരെ സ്വാഭാവികമായ ഒഴുക്കിന് തടയാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളാണ് ചെയ്തു വെക്കുന്നത്. ഈ 12 സ്റ്റേറ്റുകൾ കർണാടക മാത്രമേ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അതിൽ ഹരിയാനയിലെയും രാജസ്ഥാനിലെയും നിയമത്തിൽ മാത്രമാണ് പ്രിവെൻഷൻ ഓഫ് അൺലോഫുൾ കൺവേർഷൻ ആക്ട് എന്ന് പറയുന്നത്. കർണാടകയിൽ പ്രൊട്ടക്ഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് റിലീജിയസ് ഫ്രീഡം ആക്ട് എന്നാണ് കർണാടകയിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സാമാന്യമായിട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ഫോഴ്സ്, ബൈ ഫ്രോഡ്, ബൈ ഇൻഡ്യൂസ്മെൻറ്റ്, ഈ 3 മാർഗേനയുള്ള മതപരിവർത്തനം തടയുക. അതാണ് ഈ നിയമങ്ങളെല്ലാം വ്യവസ്ഥിച്ചിരിക്കുന്നത്. അതിൽ ഈ 3ാമത് ബൈ ഫ്രോഡ് അല്ലെങ്കിൽ ബൈ ഫോഴ്സ് നമുക്ക് മനസ്സിലാവും. ഈ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുമ്പോൾ, പ്രലോഭനം എന്ന് പറയുമ്പോൾ അതിനെങ്ങനെയാണ് വ്യാഖ്യാനിക്കാമെന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ക്രിസ്തു മതപ്രചാരകൻ അയാൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് പ്രചാരണം, പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്നത് ഭരണഘടന നൽകിയുള്ള അവകാശമാണ്. ഒരാൾക്ക് ഒരാളുടെ മതം പ്രചരിപ്പിക്കുവാനുള്ള അവകാശം ഭരണഘടന നൽകിയിട്ടുള്ളതാണ്. അപ്പം ഒരു ക്രിസ്തു മതപ്രചാരകൻ അയാളുടെ മതാശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി അയാൾ എന്ത് പറയും? സ്വർഗത്തെക്കുറിച്ച് പറയും, മോക്ഷത്തെക്കുറിച്ച് പറയും, സാൽവേഷൻ, ഇതിനെക്കുറിച്ച്. അത് ഒരു അടിസ്ഥാനപരമായ ക്രിസ്തു സിദ്ധാന്തമാണ്, ക്രിസ്തു മത സിദ്ധാന്തമാണ്. ഇതിനെ ഒരാൾക്ക് എന്ത് ചെയ്യാം? പ്രലോഭനമായിട്ട് വകയിരുത്തിയിട്ട് അയാൾക്കെതിരെ കേസെടുക്കാം. ഇത് ഞാൻ വെറുതെ പറയല്ല. ഉത്തർപ്രദേശിലെ ഒരു മുസ്ലിം മതപണ്ഡിതനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശ് പോലീസ്. അയാൾക്കെതിരെ ചാർജ് ഷീറ്റിൽ പറയുന്നതാണ്. അയാൾ കൊടുത്ത ലഘുലേഖയിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗം ഒരു പ്രലോഭനമല്ലേ? നിങ്ങൾ വിശ്വാസത്തിൻ്റെ പാത സ്വീകരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലെത്തും, സ്വർഗത്തിൽ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് പ്രലോഭനാണല്ലോ. അങ്ങനെ വ്യാഖ്യാനിക്കാമല്ലോ. അപ്പോൾ സ്വർഗം എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു മതതത്വമാണ്. ഇസ്ലാം മതത്തിലും ക്രിസ്തു മതത്തിലും അതിൻ്റെ അടിസ്ഥാന മതതത്വമായി വെച്ചിരിക്കുന്ന കാര്യമാണെന്ത്? സ്വർഗപ്രാപ്തി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ മതത്തിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഈ വഴി സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വർഗപ്രാപ്തി നിങ്ങൾക്കുണ്ടാവും എന്ന് ഒരാൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അയാൾ എന്താ ചെയ്യുന്നത്? അയാളുടെ മതത്തിൻ്റെ അടിസ്ഥാന തത്വം പറയുകയാണ്. പക്ഷേ ഈ നിയമത്തെ ഒരാൾക്ക് വളച്ചിട്ട് എന്താക്കാം? ഇത് പ്രലോഭനത്തിലൂടെയുള്ള മതപരിവർത്തന ശ്രമമാണ് എന്ന് വ്യാഖ്യാനിക്കുകയും അയാൾക്കെതിരെ FIR ഇടുകയും അകത്തിടുകയും ചെയ്യാം. ഇതൊരു ഒരു ഭാവനാ സംഗതിയല്ല, ഇങ്ങനെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഒരു ജനാധിപത്യവാദിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉന്നയിക്കേണ്ട ഒരു പോയിൻ്റ്, എങ്ങനെയാണ് നമുക്ക് കൺവേർഷനെ നിയമം വെച്ചിട്ട് തടയാൻ പറ്റുക?
നിയമം വെച്ച് തടയാൻ പറ്റില്ല, നിയമം വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. കൺവേർഷൻ അടിസ്ഥാനപരമായി ഒരാൾ ഉള്ളിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. അയാളുടെ ഒരു ആത്മീയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് സൈദ്ധാന്തികമായ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരാളുടെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ട കാര്യമാണ്. അതിന് ബൈ ഫോഴ്സ് അല്ലെ ബൈ ലോ അതിനില്ലാതാക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതാണ് അതിലെ അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ക്രിസ്ത്യൻ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് അത് നോക്കാം, ഇതിൽ കൂടുതൽ വ്യാഖ്യാനങ്ങൾക്കുമുണ്ട്. വിചാരധാരയാണല്ലോ ബൈബിൾ ഓഫ് സംഘ് പരിവാർ എന്ന് പറയുന്നത്. അതിൽ എന്താണ് സംശയലേശ്യമന്യേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് 3 ആഭ്യന്തര ശത്രുക്കളുണ്ട്. ആരൊക്കെയാണ് അവർ മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്, കമ്മ്യൂണിസ്റ്റുകളാണ്. അപ്പോൾ കേരളത്തിലും ഗോവയിലും BJP വേറൊരു ലൈനാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? കേരളത്തിലും ഗോവയിലും BJPയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻസ് എന്ന പ്രധാനപ്പെട്ട അവരുടെ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായി, പൊളിറ്റിക്കൽ അലയായിട്ട് അവർ കാണുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഈസ്റ്ററിന് പോവുക, കേക്ക് മുറിക്കുക, ഈ ജാതി പല പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ ഇത് വലിയ ചർച്ചയാകാൻ കാരണം അതാണ്. കേരളത്തിൽ വലിയ ക്രിസ്ത്യൻ സ്നേഹികളായി അവതരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത് സംഭവിക്കുന്നുള്ളതാണ്. ഇത് സഭാ നേതൃത്വവും ഭയങ്കരമായ കുടുക്കിൽപ്പെടുന്നൊരു സമയമാണിത്. കാരണം കേരളത്തിലെ ഉത്തരവാദപ്പെട്ട സഭാപിതാക്കന്മാർ, സഭാ നേതാക്കന്മാർ വരെ ഈ പറയുന്ന ഹിന്ദുത്വ അജണ്ടയുടെ ഓരം ചേർന്ന് സഞ്ചരിക്കുകയോ അതിനെ ശക്തിപ്പെടുത്തുന്ന സമീപനങ്ങൾ സ്വീകരിക്കുകയോ ചെയ്ത് നമ്മൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് കാണുന്നുണ്ട്. നോക്കൂ, ലവ് ജിഹാദിനെ കുറിച്ച് സംഘ് പരിവാർ പ്രചാരണം നടത്തുമ്പോൾ ലവ് ജിഹാദ് മാത്രമല്ല നാർക്കോട്ടിക് ജിഹാദ് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആര്? സഭാപിതാക്കന്മാർ. ഇവർ മുസ്ലിങ്ങളെ പിശാചുവൽക്കരിക്കാൻ വേണ്ടിയിട്ട് കേരള സ്റ്റോറി ഇറക്കുമ്പോൾ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്താ ചെയ്യുന്നത്? അത് സ്വന്തം സ്ഥാപനങ്ങളിൽ, സ്വന്തം നേതൃത്വത്തിൽ അതിൻ്റെ സൗജന്യ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ ഹിന്ദുത്വ പദ്ധതിയുടെ നടത്തിപ്പുകാരായി മാറിയ കേരളത്തിലെ സഭാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ണു തുറന്ന് കാണേണ്ട ഒരു സന്ദർഭമാണിത്. എന്തിനു വേണ്ടിയാണ് കേരളത്തിലെ സഭാ നേതൃത്വം ഇങ്ങനെ സമീപനം സ്വീകരിക്കുന്നത്? അപ്പോൾ അവർ നമ്മളുടെ ഈ പറഞ്ഞ നമ്മുടെ ഒരു കോമൺ എനിമി അത് മുസ്ലിമാണ് എന്നുള്ള പറഞ്ഞ ഒരു തീർപ്പിലെത്തുക. അപ്പോൾ നമുക്ക് അവന്മാരെ ഇടിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരുടെ കൂടെ കൂടാം എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം, ക്രിസ്തീയ സഭകൾ അവർ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. അപ്പോൾ അത്തരം സംഗതികളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് JB കോശി കമ്മീഷൻ നിശ്ചയിക്കുന്നത്. ആ കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ ഒരു പബ്ലിക് ഡോക്യുമെൻ്റായി വന്നിട്ടില്ല. എനിവേ പല സമുദായങ്ങളെപ്പോലെ പലതരത്തിലുള്ള ക്രൈസിസ് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന സമുദായമാണ്. അതിലേറ്റവും പ്രധാനം അതിൻ്റെയൊക്കെ ഒരു ആകത്തുക നമ്മൾ എടുത്തു നോക്കിയാൽ ആ പ്രതിസന്ധികളുടെയൊക്കെ അതിൽ ക്രക്സ് കിടക്കുന്നത് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാര തർക്കങ്ങൾ, ഈ പറയുന്ന പലതരത്തിലുള്ള നമ്മൾ കാണുന്നതാണല്ലോ, പലതരത്തിലുള്ള സംഘർഷങ്ങൾ, പള്ളിപിടുത്തങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളതാണ് ഒരു ഏരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഒരു ജനത എന്നുള്ള നിലക്ക് അവരനുഭവിക്കുന്ന ക്രൈസിസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ സമുദായത്തിൽ അത് ഏതെങ്കിലും കത്തോലിക്ക സഭ എന്നല്ല, സിറോ മലബാർ സഭ എന്ന ഏതെങ്കിലും സഭയല്ല, ഏതാണ്ടെല്ലാ ക്രിസ്ത്യൻ സഭകളെയും ഒരുപോലെ ബാധിച്ചിട്ടുള്ളൊരു സംഗതിയാണ് ഈ പറയുന്ന ഈ യുവജനങ്ങളുടെ പ്രൊപ്പോർഷൻ, അനുപാതം അവരുടെ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളത്. നോക്കൂ, നേരത്തെയൊക്കെ YMCA എന്ന് പറയുന്ന സംഘടന, KCYM എന്ന് പറയുന്ന സംഘടന, ഇതൊക്കെ എത്ര ആക്റ്റീവായിരുന്നു നമ്മുടെ സമൂഹത്തിൽ. യൂത്ത് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ ആ നിലക്ക് ഒരു സമൂഹത്തെ, ഏത് സമുദായത്തെയാണെങ്കിലും മുന്നോട്ട് നയിക്കേണ്ട അതിൻ്റെ ഒരു ചേഞ്ച് ആയി വർക്ക് ചെയ്യേണ്ടത് അതിലെ യൂത്ത് ഫോഴ്സാണ്. ഒരു ഡൈനാമിക് യൂത്ത് ഫോഴ്സിൻ്റെ അഭാവമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രിസ്തീയ സഭകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ്. നമ്മളതിനെ സൂക്ഷ്മമായി പഠിച്ചാൽ മനസ്സിലാവും. പക്ഷേ ഇങ്ങനെയുള്ള സൂക്ഷ്മമായ പഠനങ്ങൾ നടത്താതെ എന്താണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആത്മവിമർശനത്തോടു കൂടിയുള്ള ഒരു വിശകലനം, ആ നിലക്കുള്ള ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് നടത്താതെ ഒരു പുറം ശത്രുവിലേക്ക് ചൂണ്ടി തങ്ങളുടെ പ്രശ്നങ്ങളെ മറച്ചു പിടിക്കാനാണ് സഭാ നേതൃത്വം കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ പുറം ശത്രുവിനെ ചൂണ്ടിക്കഴിഞ്ഞാൽ സംഘാടനം എളുപ്പമാകും എന്നാണ് അവർ വിചാരിക്കുന്നത്. പുറം ശത്രുവിന് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണത്. ഒരു പുറം ശത്രുവിനെ ചൂണ്ടിക്കഴിഞ്ഞാൽ, ഒരു അപരനെ ചൂണ്ടി നിർത്തിക്കഴിഞ്ഞാൽ സംഘാടനം എളുപ്പമാകും എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അവർ കേരളത്തിൽ ഈ രീതി സ്വീകരിച്ചത്. പക്ഷേ അടിസ്ഥാനപരമായി ഈ സംഘ് പരിവാർ എന്ന് പറയുന്നത് നിങ്ങൾ ആഭ്യന്തര ശത്രുക്കളായി കണ്ട, അത് എഴുതി വച്ച ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്ന കാര്യം അവർ മനസ്സിലാക്കാനിട്ടില്ല, അവർ മറന്നുപോയി. ഇത്തരം സംഭവങ്ങൾ അവരത് ഓർമ്മിപ്പിക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഞാൻ കാണുന്നത്. നിഷാദ്, ഈ വിഷയം മതപരിവർത്തനം എന്നുള്ള ഒരു പോയിന്റിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല.
ഉത്തരേന്ത്യയിൽ ഡബിൾ എഞ്ചിൻ സർക്കാരുകൾക്ക് കീഴിൽ ന്യൂനപക്ഷങ്ങൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുകയാണ്. ആ പശ്ചാത്തലത്തിൽ കൂടി വേണ്ടേ നമ്മൾ ഈ വിഷയത്തെ കാണാൻ? ഉറപ്പായിട്ടും മതപരിവർത്തനം എന്ന വാക്കും അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന നിയമവുമെല്ലാം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള കേവലമായ ടൂളുകൾ മാത്രമാണ്. ഇതിപ്പോൾ നേരത്തെ ദാവൂസായി പറഞ്ഞ പോലെ ആളുകൾ മതം മാറുക എന്ന് പറഞ്ഞാൽ പരമാവധി കേസുകൾ ആളുകൾ സ്വയം ബോധ്യത്താൽ മാറുകയാണല്ലോ. ആളുകളെ ഫോഴ്സ് ചെയ്തും ഭയപ്പെടുത്തിയൊന്നും മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ത്യയില്ല. അങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മളിവിടെ കാണുന്നില്ല. അപ്പോൾ എന്തിനാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്? നിങ്ങൾ വെറുതെ ഒന്ന് നോക്കൂ. അതായത് ഗോവധ നിരോധന നിയമം എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ എന്തിനാണ് പ്രയോഗിക്കുന്നത്? ആ നിയമത്തിൻ്റെ ഒരു പവർ കയ്യിലെടുത്തുകൊണ്ട് ഗൂണ്ടാ സംഘങ്ങൾ തെരുവിലിറങ്ങി ആളുകളെ ലോറികൾ തടയുന്നു, ആളുകളെ കൊല്ലുന്നു, തല്ലുന്നു, എന്തെല്ലാം ചെയ്യുന്നു. സമീപകാലത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആക്രമണങ്ങളുടെ ഒരു പരമ്പര എടുത്താൽ അതിൽ മുഴുവൻ സംഭവിച്ചിരിക്കുന്നതാണ് ഗോവധ നിരോധനത്തെ മുസ്ലിങ്ങൾ മറികടക്കുന്നു. അതിൻ്റെ ഭാഗമായി പശുരക്ഷാ ഗൂണ്ടാ സംഘങ്ങൾ തെരുവിലിറങ്ങി ആളുകളെ കൊല്ലുകയാണ്. അപ്പോൾ ഈ ഗോവധ നിരോധന നിയമം, പിന്നെ എന്താണ് മതപരിവർത്തന നിരോധന നിയമം, ഈ രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങളെയും കയ്യിലെടുക്കുന്നത് എന്തിനാണ്? ഈ ഹൂളിഗനിസത്തിന് വേണ്ടി. ഈ ഗൂണ്ടാ സംഘങ്ങൾക്ക് തെരുവ് നിറയാനും മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാനുമുള്ള ഒരു ലീഗൽ വടി എടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഈ സംഭവങ്ങളുടെ എല്ലാ ഒരു ചെയിൻ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്നും പോലീസ് എടുക്കുന്ന നടപടികളല്ല. ഏറ്റവും അവസാനം കർണാടകയിൽ നമ്മൾ കണ്ട ഒരു സീരീസ് ഓഫ് ആക്രമണങ്ങളുണ്ട്. അത് മുഴുവൻ ചെയ്തത് ആരാണ്? അവിടെ മതപരിവർത്തനത്തിന്, കർണാടകയിലായാലും ഉത്തർപ്രദേശിലായാലും എല്ലാം അവിടെ മതപരിവർത്തനത്തിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട മുഴുവൻ ആളുകളെയും ആരാ പിടിച്ചു കൊടുക്കുന്നത്? ഈ ഗൂണ്ടാ സംഘങ്ങളാണ്. അവർ വരുന്നു, ആക്രമിക്കുന്നു, പരസ്യ വിചാരണ നടത്തുന്നു, അവർ പറയുന്ന വകുപ്പിലിട്ട് പോലീസ് കേസെടുക്കുന്നു. അത് ഇരകളാക്കപ്പെട്ടവർക്കെതിരെ കേസ്, ആക്രമികൾക്കെതിരെ കേസില്ല. കർണാടകയിൽ ഒരു ഘട്ടം വരെ, ഇപ്പോൾ BJP ഭരിച്ച ഒരു കാലം നമുക്കറിയാം, അവിടെ ഞായറാഴ്ച കുർബാനകൾക്ക് പോലും ഒത്തുചേരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. നോർത്തിലേക്ക് പോയാൽ അത് ആലോചിക്കുകയേ വേണ്ട. പരസ്യമായ അവരുടെ പ്രാർത്ഥനാ സംഗമങ്ങളെല്ലാം ഇപ്പോൾ വലിയ ഭീഷണി നേരിടുകയാണ്. ഇന്നിപ്പോൾ ആ സിസ്റ്ററുടെ കുടുംബം തന്നെ പറഞ്ഞ പോലെ കുരിശും തിരുവസ്ത്രവുമായി തെരുവിലിറങ്ങാൻ കഴിയാത്ത ഭയജനകമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന അക്രമി സംഘങ്ങൾക്ക്, ഈ ഫ്രിഞ്ച് എലമെൻസിനെ അഴിഞ്ഞാടാൻ നിയമത്തിൻ്റെ പിൻബലം ഉണ്ടാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ, എന്ന ഗ്രാൻഡ് ഡിസൈനിലാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് നിയമങ്ങൾ പലതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ നിയമത്തെ അവരെടുത്ത് ഉപയോഗിക്കുന്നു, അതിന് പോലീസും സർക്കാരും മാറി നിന്ന് കൊടുക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും ആ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. എന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾ ഇപ്പോൾ സർക്കാരിൻ്റെ കസ്റ്റഡിയിലാണ്. അവർ മൊഴി മാറ്റാൻ പോകുന്നത് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കന്യാസ്ത്രീകളുടെ മോചനം കുറച്ച് പ്രയാസമാകും. ഇവിടെ നിന്ന് ഫോഴ്സ് ചെയ്താൽ, ഇവിടെ നമ്മൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു, ഇവിടെ നമ്മൾക്ക് ജോർജ് കുര്യനുമായിട്ട് നല്ല ബന്ധമുണ്ട്, ഇവിടെ നമ്മൾ അവർ ഒരുമിച്ച് കേക്ക് കഴിക്കുന്നുണ്ട്, അവർ ഞങ്ങളുടെ ഭവന സന്ദർശനം നടത്തുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കത്ത് കൊടുത്തയച്ചാൽ കാര്യങ്ങൾ വേഗത്തിലായിക്കൊള്ളുമെന്ന് ഇവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വൃഥാ വിചാരമാണ്. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സിദ്ധാന്തപരമായി തന്നെ ക്രിസ്ത്യാനികൾക്ക് അവരെതിരാണ്. 2, ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് 10 വോട്ട് കിട്ടാൻ മൊത്തത്തിൽ ആ ക്രിസ്ത്യാനികളുള്ള സമീപനം ഒന്ന് മെച്ചപ്പെടുത്തി കളയാമെന്ന് BJPക്ക് തീരുമാനിക്കാനേ കഴിയില്ല. BJP എന്തുകൊണ്ടാണ് നോക്കൂ, ഏറ്റവും അവസാനത്തെ അവരുടെ വിശാല ദേശീയ എക്സിക്യൂട്ടീവിൽ സൗത്തിന് വേണ്ടി നമുക്കൊരു പ്രത്യേക പ്രോജക്റ്റ് വേണമെന്ന് തീരുമാനിക്കുന്നു. അത് സൗത്തിന് വേണ്ടി മാത്രമുള്ള പ്രോജക്റ്റാണ്. സൗഹൃദത്തിൻ്റെ ഭാവം BJPയുടെ ഏതെങ്കിലും നേതാക്കളുടെ മുഖത്ത് കാണുന്നുണ്ടെങ്കിൽ അത് സൗത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇന്ത്യയിൽ ആകമാനം ക്രിസ്ത്യാനികളോട് മയപ്പെടാനും അവരുടെ വിശ്വാസത്തിനും അവരുടെ ആചാരത്തിനും റിലീജിയസ് പ്രാക്ടീസിനും അനുകൂലമായ നിലപാടെടുക്കാൻ സംഘം തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തീരുമാനിച്ചാൽ ഈ വെറി പൂണ്ട് നിൽക്കുന്ന അണികളോട് അതിന് മറുപടി വരാൻ കഴിയില്ല. കാരണം അവർ നമ്മുടെ ശത്രുക്കളാണ്. ഗോൾവൽക്കർ പറഞ്ഞത് ഈ പറഞ്ഞ 3 മാധ്യമങ്ങൾ മാത്രമല്ല, വൈദേശികമായ ഒരു ആശയത്തിൻ്റെ പ്രചാരകരായി ഇവിടെ നിൽക്കുന്ന മാഫിയ സംഘങ്ങൾ, അവരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ്. പിന്നെ നമുക്ക് ഗോൾവൽക്കർ പറഞ്ഞതും ഹെഡ്ഗേവാർ പറഞ്ഞതും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആശയപരമായി അവർക്ക് നിൽക്കാൻ കഴിയില്ല. രണ്ടാമത്തേത്, അവരിപ്പോൾ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ വിരുദ്ധ ആശയം, അത് മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ, എവിടെ നിന്നെല്ലാം കാണുന്നു. പള്ളിയുടെ മുകളിൽ കയറി കൊടിയെടുത്ത് കണ്ടില്ലേ? അത് അവിടുത്തെ ആളുകളെ അവരെ നിർത്തിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ഈ റിലീജിയസ് വെറുപ്പിൻ്റെ ഒരു ചാർജിലാണ് അവിടുത്തെ ആൾക്കൂട്ടത്തെ അവർ നിർത്തിയിരിക്കുന്നത്. നാളെ മുതൽ വേണ്ട, ക്രിസ്ത്യാനികളോടൊരു മയമാകാം, അവർ ബൈബിളെടുത്ത് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ വോട്ടായി മാറേണ്ടുന്ന ഒരു വർഗീയ വെറിയുണ്ട്, അത് ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടു പോകും. അതുകൊണ്ട് അതിൽ കോംപ്രമൈസ് എടുക്കാൻ അവർക്ക് കഴിയില്ല. ദേശീയ തലത്തിൽ അവർ കൊണ്ടു നടക്കുന്ന ഒന്നാണിത്. അതുകൊണ്ട് ഇവിടെ കുറച്ച് ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ ക്രിസ്ത്യാനികളും BJPയും തമ്മിലൊരു അടുപ്പത്തിനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു ഫോഴ്സായി മാറാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. ഛത്തീസ്ഗഡിൽ വേറെ പണിയാണ്. ഛത്തീസ്ഗഡിൽ ഇങ്ങനെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്താലേ അവിടുത്തെ സർക്കാരിന് ജയിക്കാൻ കഴിയൂ, അവിടുത്തെ BJPക്ക് നിലനിൽക്കാൻ കഴിയുന്നുള്ള പ്രശ്നമുണ്ട്. അവിടെ നാരായൺപൂരിൽ പള്ളി പൊളിച്ചാലേ അവിടുത്തെ ആൾക്കൂട്ടത്തെ നിലനിർത്താൻ കഴിയൂ. അവിടെ നിന്ന് ആളുകളെ സാമൂഹിക ഭ്രഷ്ട് കൽപ്പിച്ചും ആട്ടി ഓടിച്ചും മാത്രമേ അവിടുത്തെ ഈ പറയുന്ന വർഗീയ വിഭജന സിദ്ധാന്തം പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. അപ്പോൾ ഇവിടുത്തെ ബിഷപ്പിൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കോംപ്രമൈസ് എടുത്താൽ അവിടുത്തെ BJP എങ്ങനെ വർക്ക് ചെയ്യും? അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇന്ത്യയിൽ ആകമാനമുള്ള BJP ഞങ്ങളുമായിട്ട് അടുക്കാൻ വരികയാണ്. ഇപ്പോൾ ഇന്ന് ഉച്ചവരെ പോസ്റ്റ് ഇടാൻ മടിച്ചു. ഈ കേരളത്തിലെ ഒരു വർഗീയ സംഘമുണ്ട്, കാസ. നിവൃത്തിയില്ല, കാരണം സകല പോസ്റ്റിൻ്റെ ആൾക്കാർ വന്ന് ചോദിക്കുകയാണ്. നിവൃത്തിയില്ലാതെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു എന്നൊരു കുറിപ്പ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കാണേണ്ട കാര്യം ഇതാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ പദ്ധതി എഴുതി വച്ചിരിക്കുന്ന ഒരു സംഹിത,
അതിൻ്റെ മേലെയുള്ള ഒരു രാഷ്ട്രീയ ധാര, അവരാണ് ഇന്ത്യ ഭരിക്കുന്നത്, അവരുടെ പരിപാടി ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവണം. ഈ അഴകുഴമ്പൻ സമീപനത്തിൻ്റെ ഇരകളാണ് ഇന്നിപ്പോൾ ജയിലിൽ കിടക്കുന്ന 2 കന്യാസ്ത്രീകൾ. വളരെ കർക്കശമായ നിലപാട് സ്വീകരിക്കണ്ടേ? ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശം തരുന്ന ഒരു നാടാണ്. അതിപ്പോൾ കോടതിയിൽ പോകേണ്ട കേസാണെങ്കിൽ കോടതിയിൽ പബ്ലിക്കായി പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട കാര്യത്തിൽ പബ്ലിക്കായി പ്രൊട്ടസ്റ്റ് ചെയ്യുക. ഇത്തരം പബ്ലിക്കായി പ്രൊട്ടസ്റ്റ് ഉണ്ടായി വന്നിട്ടുണ്ട്. വിവിധ കത്തോലിക്ക ക്രിസ്ത്യൻ സംഘടനകളുടെ വലിയൊരു മൂവ്മെൻറ്റ് ഡൽഹിയിൽ നടന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം. പക്ഷേ ആ മൂവ്മെൻറ്റൊക്കെ കോസിനെയും അതിൻ്റെ മുദ്രാവാക്യത്തെയും ഏറ്റെടുക്കുന്ന ഒരു സമീപനം കേരളത്തിൽ നിന്നുള്ള കേരളത്തിൽ പ്രധാനപ്പെട്ട സഭയും പവർ ഹൗസുമാണ് ഇവിടുത്തെ. അവരെടുക്കുന്നുണ്ടോ? ഇല്ല. അവരൊരു ഘട്ടത്തിൽ അവർ പറയും റബ്ബറിന് 300 രൂപയാക്കിയാൽ ഞങ്ങൾ സംഘപരിവാറിനെ വിജയിപ്പിക്കാം എന്ന് പറയുന്ന ആളുകൾ, കാസയുടെ ആളുകൾ വന്ന് പാരിഷ് ഹാൾ ഞങ്ങളോട് ചോദിച്ചു. പാമ്പളാനി പിതാവ് പറയാണ് നല്ല കാര്യത്തിനല്ലേ എന്നോർത്ത് ഞാൻ കൊടുത്തു. നല്ല കാര്യത്തിനാണോ? ഇന്നിപ്പോൾ കന്യാസ്ത്രീകൾ പിടിക്കപ്പെട്ട കേസിൽ കേരളത്തിൽ ആകമാനമുള്ള മനുഷ്യരും പ്രതിഷേധിച്ച് കഴിയുമ്പോഴും ഈ കാസ എന്ന് പറയുന്ന തീവ്രവർഗീയ സംഘം പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അവർ പണിയെടുക്കുന്നത് ക്രിസ്ത്യാനികളുടെ ആത്യന്തികമായ നേട്ടത്തിന് വേണ്ടിയല്ല, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ വളം ഉണ്ടാക്കാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റപ്പെടുത്താൻ കഴിയണ്ടേ? അത് ചെയ്യാതെ എന്ന് വെച്ചാൽ അത്തരം സത്യത്തിലുള്ള ത്രെട്ട് എന്താണെന്ന് തിരിച്ചറിയാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് ക്രിസ്ത്യാനികൾ മാത്രമായി നേരിടുന്ന ഒരു പ്രശ്നം. ഇപ്പോൾ കുറേ ആളുകൾ കത്തോലിക്ക ബിഷപ്പുമാരെയൊക്കെ കളിയാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയില്ലേ. അങ്ങനെയല്ല കാണേണ്ട. ഇത് അവർ മൈനോറിറ്റി ആയതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികൾ മാത്രമായി പ്രതിഷേധിക്കേണ്ട ഒരു വിഷയമല്ല, ക്രിസ്ത്യാനികൾ മാത്രമായി കത്തയക്കേണ്ട വിഷയമല്ല. കേരളത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ഇടപെട്ട് വരുന്നുണ്ട്. ഇന്ത്യൻ മൈനോറിറ്റി സത്യത്തിൽ വലിയ ത്രെട്ടിനെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമായിട്ട് ഈ സന്ദർഭം മാറേണ്ടതുണ്ട്. അത് മുസ്ലിംസ് ആയാലും കൊള്ളാം, ദലിത്സ് ആയാലും കൊള്ളാം. ദലിത്സ് മൈനോറിറ്റി എന്നല്ല, അവർ പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യരാണ്. ക്രിസ്ത്യാനികളായാലും എല്ലാവരും ഇന്ത്യയിലെ സമഗ്രാധിപത്യ ഭരണകൂടം അവരെ വേട്ടയാടി പിടിക്കുകയാണ്. അതിന് ഇരകളേ ഉള്ളൂ. അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയുന്നൊരു സന്ദർഭമായിട്ട് ഇത് മാറണം. ഇനിയെങ്കിലും ഇതിപ്പോൾ വി ശിവൻകുട്ടി വളരെ കൃത്യമായി പറഞ്ഞ പോലെ നിങ്ങൾ ദീപികയിൽ ഒരു മുഖപ്രസംഗം എഴുതിയ ശേഷം അരമനയിൽ കയറി ഇരിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഈ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മുന്നിൽ സംസാരിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്നാണ്. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഈ കോംപ്രമൈസ് എടുക്കുകയെന്ന് ചോദിച്ചാൽ, സഭയ്ക്ക് പല കാര്യങ്ങളും കാണും. സഭ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ്. കേവലമായ ഒരു ആത്മീയ സംഘം എന്നതിനേക്കാൾ അതൊരു വലിയ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ഒരുപാട് സാമ്പത്തിക ഇടപാടുകളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സോ അതിനെ റൺ ചെയ്യാൻ അവർക്ക് പണം ആവശ്യമുണ്ട്, പണം അകത്തുനിന്നും പുറത്തുനിന്നും എല്ലാം ആവശ്യമുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ വലിയ തോതിൽ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ്. കൊച്ചിയിൽ തന്നെ സാമ്പത്തിക ഇടപാടുകളും ഭൂമി ഇടപാടുകളുമായി ഉണ്ടായ കേസും അതിലെ കേന്ദ്ര ഏജൻസികളുടെ വരവൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സഭയുടെ നേതൃത്വം അത്തരം ഇടപാടുകൾക്കകത്ത് ഒരു കവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അത്തരം നിയമപരമായ പലതരം ത്രെട്ടുകളെ മറികടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്തരം ചെറിയ സംഗതികളുടെ പേരിൽ നേതൃത്വം ഒരുതരം ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഇരകളായി മാറുന്നത് ആരായിരിക്കും? ഉറക്കെ സംസാരിക്കാൻ ബാധ്യതപ്പെട്ട മനുഷ്യർ കോംപ്രമൈസ് എടുത്താൽ, ഉറക്കെ സംസാരിക്കുന്ന സമയത്ത് ഉറക്കെ സംസാരിക്കണം, കോംപ്രമൈസ് എടുത്താൽ അതിന് നിരന്തരം ഇരകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ സത്യത്തിൽ ഒരു വിശ്വാസി സമൂഹം നിലയ്ക്കുള്ള അതിജീവനത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതോ ഈ സാമ്പത്തിക ഇടപാടുകളിൽ നിന്നുള്ള നിയമപരമായ രക്ഷ തേടലാണോ വേണ്ടതെന്നൊക്കെ അതിനകത്ത് തന്നെ ഉയർന്നു വരുന്ന വിമർശനങ്ങളാണ്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ആലോചിക്കാനുള്ള ഒരു സന്ദർഭമാണ്. കത്തോലിക്ക സഭ ഇവിടെ മാത്രമുള്ളതൊന്നുമല്ല, ഇന്ത്യയിൽ ആകമാനം പടർന്നെടുക്കുന്ന ഒന്നാണ്. അത് പലതരത്തിലുള്ള ഭീഷണികളെ നേരിടുന്നു. ആ ഭീഷണിയെ ചെറുക്കാൻ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ മുന്നിട്ടിറങ്ങേണ്ട ബാധ്യത കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ട്. എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകാൻ അവർക്ക് ബാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഈ ദുരന്തം ഇനി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. BJP ഇവിടെ നിന്നുള്ള 4 പേരുടെ കത്തോ KC വേണുഗോപാലിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിപ്പോ ജോൺ ബ്രിട്ടാസിൻ്റെ സൗണ്ട് ബൈറ്റോ കൊണ്ട് ഭയപ്പെടുന്നവരല്ല. അവർക്കകത്ത് കൃത്യമായ പദ്ധതിയുണ്ട്. ഛത്തീസ്ഗഡിന് പദ്ധതിയുണ്ട്, മധ്യപ്രദേശിന് പദ്ധതിയുണ്ട്, ഗുജറാത്തിന് പദ്ധതിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭം അവരെ ശരിയാവണ്ണമുള്ള കാഴ്ച കാണാൻ കഴിയുന്നവരാക്കി മാറ്റട്ടെ എന്നാണ് ഞാൻ പറയുക. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ മതസ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന കാര്യമാണ്. അതിനെതിരെ കുതിര കയറാൻ ചില നിയമങ്ങൾ മറയാക്കുന്നുണ്ടോ എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ BJPയുടെ ഇരട്ടത്താപ്പും പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.